ഹലോ ഗൈസ്, കുറെ കാലത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ പുറത്തു പോകാന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇന്നലെ പെട്ടെന്ന് തോന്നിയൊരു വയ്യായികന്റെ പുറത്തിട്ട ക്യാനലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. അപ്പത്തെ ഫ്ലൂയിഡിന്റെ എനർജിയിൽ പറഞ്ഞതാ ഇന്ന് നമുക്ക് പുറത്തു പോകാം. അങ്ങനെ പുറത്തു പോകുന്നതിന് മുന്നേ കൈത്തെ ക്യാനൽ അങ്ങ് റിമൂവ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. തുമ്മുണ്ടാവുന്ന വേദനയെക്കാളും വേദനയാണ് ഈ പണ്ടാരൊന്ന് കൈമെന്ന് അയക്കുമ്പോൾ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി കുറച്ചേരം ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടി. നല്ല ബസ്സായിരുന്നു. എല്ലാവരും സീറ്റിന്റെ മേലെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാമനാട്ടരെ എത്തി. ഞങ്ങൾ സ്റ്റോപ്പിൽ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ രാമനാട്ടരക്ക്. ഞങ്ങൾ പ്ലാനിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു മൂവി കാണാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററും തപ്പി ഒരു സുരഭി മാളിലെത്തി. ഗൂഗിളിൽ നോക്കിയപ്പോ ഇവിടെ മാത്രമേ തിയേറ്റർ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഞങ്ങൾ എത്തിയ സമയം വളരെ നേരത്തെയാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായ പകുതി ഷോപ്പ് ഇപ്പൊ തുറക്കണതേ ഉള്ളൂ. ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. എസ്കലേറ്റർ ഒന്നും അവിടെ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ കണ്ട് സ്റ്റെയറിൽ കൂടെ അങ്ങ് കയറുകയാണ്. ഫസ്റ്റ് ഫ്ലോറത്തെ സ്റ്റെപ്പ് കയറിയപ്പോൾ സ്റ്റെയർ കഴിഞ്ഞു. പിന്നെ ആ ഫ്ലോർ കൂടെ അങ്ങ് നടന്ന് അടുത്ത സ്റ്റെയർ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ ആ ഫ്ലോർ ഫുള്ള് റൗണ്ട് അടിച്ചപ്പോൾ സ്റ്റെയർ കണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറുകയാണ്. അങ്ങനെ തേർഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി, ഇവിടെ തിയേറ്ററേ തുറന്നിട്ടില്ല. ഞങ്ങൾ അവിടെ എത്തിയ സമയം 10 മണിയാണ്. 11:30 ഷോ. പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു. ശരിക്കും ഞാനൊരു സത്യം പറയട്ടെ, ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മൂവിക്ക് പോകാൻ. അതും അങ്ങനെ തേഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് എല്ലാം തിരിച്ചിറങ്ങി. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ഞങ്ങൾക്ക് വഴി തെറ്റിയുണ്ട്. സ്റ്റെപ്പ് കയറിപ്പോയത് വേറെ ഏതോ വൈക്ക്, ഇപ്പൊ ഇറങ്ങി വന്ന് നിൽക്കുന്നത് വേറെ എതിലെയോ ആണ്. അങ്ങനെ രണ്ടാമത്തെ വട്ടം സക്സസ്ഫുള്ളി ഞങ്ങൾ തേഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സ്റ്റെപ്പ് ഫുള്ള് ഞങ്ങൾ തിരിച്ചു കയറി. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് മാളിന്റെ പുറത്തിറങ്ങി. ഇപ്പൊ ഞങ്ങൾ മുന്നിലുള്ള ഈ 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൂവി കയറാനാവും. അപ്പൊ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അടുത്ത പ്ലാൻ ഇട്ട് ആദ്യം നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം, എന്നിട്ട് പോയി ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് മൂവി കയറാം. ഇതാണ് നമ്മുടെ ഇപ്പത്തെ പ്ലാൻ. കയറി കടയത്ത് ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പർച്ചേസിംഗ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. പ്ലാനിൽ രണ്ടാമതുള്ള പോലെ തന്നെ ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കണ്ടതിൽ കുറച്ച് നല്ല ആംബിയൻസ് ഉള്ള കട നോക്കിയാൽ കയറി. അവിടെ ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് റോഡ് കാണാം. അതേപോലെ തന്നെ അതിലെ പോകുന്ന ആൾക്കാർ നമ്മളെ നോക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോഴത്തെ ബലമായ സംശയം നമ്മൾ കാണുന്ന പോലെ അവർ നമ്മളെയും കാണുന്നുണ്ടോന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ വേറൊരു സത്യം മനസ്സിലാക്കി. അതിന്റെ പുറത്തുനിന്ന് നോക്കി നമ്മൾ ചായ കുടിക്കുന്ന നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് കാണിച്ച കോപ്രായ കാരൊക്കെ കണ്ടോ ആവോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് നാവൽ വെക്കുന്ന കാക്കാനെ കണ്ട്. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നാവലും വാങ്ങി. പിന്നെ എനിക്കൊരു സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ഫാൻസിലും കയറി. സൺസ്ക്രീൻ വാങ്ങാൻ പോയതാണെങ്കിലും സൺസ്ക്രീൻ ഒഴികെ ബാക്കിയെല്ലാം വാങ്ങിയിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇപ്പൊ സമയം ഏകദേശം 11:20 11:30 ഷോ. ഇനി ഒറ്റ ലക്ഷ്യം അവിടെ പോവാ, ടിക്കറ്റ് എടുക്കുക, മൂവിക്ക് കയറുക. ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റേറിൽ കയറി തേഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് കയറിയിട്ട് സ്വിച്ച് നെക്കിയിട്ടും കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ലിഫ്റ്റ് അനങ്ങുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ട് ലിഫ്റ്റ് ഒന്ന് അനങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ അറിയുന്ന 3 മണിക്കൂർ എടുക്കും സിനിമ കഴിയാൻ. ഇപ്പൊ തന്നെ സമയം 11:30 കഴിഞ്ഞ്. ഞങ്ങൾക്ക് 2 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് ഞങ്ങൾ വേറെ 2 കപ്പിൾസിന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് തിരിച്ചൊരു ലിഫ്റ്റിൽ കയറിയിട്ട് സ്വിച്ച് നെക്കിയിട്ട് ഞങ്ങൾക്ക് 3ാമത്തെ ഫ്ലോറിന് 2ാമത്തെ ഫ്ലോറിൽ വരെ, 2ാമത്തെ ഫ്ലോറിന് പിന്നെ 3ാമത്തെ ഫ്ലോറിൽ പോവുക. അങ്ങനെ 2-3 വട്ടം കളിച്ചു. പിന്നെ ഞങ്ങൾ കുറെ നേരം എന്തെല്ലാമൊക്കെയോ കാട്ടിയപ്പോഴാണ് ലിഫ്റ്റ് ഒന്ന് 1ാമത്തെ ഫ്ലോറിലേക്ക് എത്തിയത്. ഞങ്ങൾക്കുള്ള ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും ഹോസ്റ്റലിലേക്ക് ഒന്ന് തിരിച്ചു പോകാന്ന്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അവിടെ ബസ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും വാങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി. നല്ലതുപോലെ വെയിലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തോണ്ടാണ് ഞങ്ങൾ രണ്ടും നല്ലോണം ടയേർഡായി. അങ്ങനെ എങ്ങനെയൊക്കെ ഓട്ടോറിക്ഷ ഇറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. ഞങ്ങളൊരു ചെറിയ പ്ലാൻ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പ്ലാൻ ഫുള്ള് ഫ്ലോപ്പായി. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇടുകയാണെങ്കിൽ